പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പിന്നാലെയുണ്ടായ ആശങ്കകൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓൺലൈൻ യോഗം വൈകുന്നേരം 4:30 ചേരും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ അന്തർ മന്ത്രാലയ സമിതി രൂപീകരിച്ചു. പാചകവാതക പ്രതിസന്ധിക്കിടെ ആശ്വാസമായി LPG കപ്പൽ ജാഗ് വസന്ത് ഇന്ത്യൻ തീരത്തെത്തി. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അർജുനാണ് ചേരുന്നത്. അർജുൻ, ഗുഡ് ആഫ്റ്റർനൂൺ. വലിയ പ്രതിസന്ധി രാജ്യത്തുടനീളം നിലനിൽക്കുന്നു എന്ന സൂചനകൾ വരുന്നുണ്ട്. പലപ്പോഴും വ്യാപാരികൾക്കടക്കം പാചകവാതകം ലഭിക്കുന്നില്ല. അതിനായി അന്തർ മന്ത്രാലയ സമിതിയുണ്ട്, വിവിധ യോഗങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു കപ്പൽ ഇന്ത്യൻ തീരത്തെത്തിയെന്ന ആശ്വാസ വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ നിലവിലുള്ള ആ പ്രതിസന്ധികൾക്കൊരു പരിഹാരമാകുമോ? ക്രിസ്റ്റീന, അമൽ, വളരെ പ്രാധാന്യത്തോടെയാണ് ഇന്ന് വൈകിട്ട് നടക്കാൻ പോകുന്ന പ്രധാനമന്ത്രിയുടെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിമാരുടെയും യോഗത്തെ രാജ്യം ഉറ്റുനോക്കുന്നത്. കേരളവും തമിഴ്നാടും ഉൾപ്പെടെ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റെല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും മുഖ്യമന്ത്രിമാർ വെർച്വലായി പ്രധാനമന്ത്രിയുമായി സംവദിക്കും, ചർച്ച നടത്തുമെന്നുള്ള കാര്യമാണ് നിലവിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും ഈ സംസ്ഥാനങ്ങളുടെ തയ്യാറെടുപ്പുകൾ, ഈ പ്രതിസന്ധിയിൽ നിന്നും എങ്ങനെ കരകയറാം എന്നുള്ള കാര്യം, അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളെയും ഇതെങ്ങനെ ബാധിക്കുന്നു, അതിന്റെ ആഘാതം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരിട്ട് വിലയിരുത്താൻ കൂടി വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. അതിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിലവിൽ ഊർജ്ജ വിതരണം പ്രതിസന്ധി ഇല്ലാതെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തും. അതിനപ്പുറത്തേക്ക് പ്രതിസന്ധി ഉണ്ടെങ്കിൽ തന്നെ അതെങ്ങനെ മറികടക്കാം എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ശുപാർശകളും നിർദ്ദേശങ്ങളും എടുത്ത് അതാത് സംസ്ഥാനങ്ങൾക്ക് നൽകുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതിനോടകം തന്നെ വിവിധ മന്ത്രാലയങ്ങൾ ഇടപെട്ടുകൊണ്ട്, അതായത് മന്ത്രാലയങ്ങളുടെ ചീഫ് സെക്രട്ടറിമാരും ഓരോ സംസ്ഥാനങ്ങളിലെയും സെക്രട്ടറിമാരും നിരന്തരം സംവദിക്കുന്നുണ്ട്. ആഘാതങ്ങൾ പഠിച്ചുകൊണ്ട് അതിൽ നിന്നും കരകയറാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും മാർഗങ്ങളും സംസ്ഥാനങ്ങൾക്ക് കൈമാറി കൊടുക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഊർജ്ജ പ്രതിസന്ധി ഇല്ലാതെ തന്നെ ഇപ്പോൾ ഇതിനോടകം തന്നെ പല സംസ്ഥാനങ്ങളിലും ഇതിന്റെ അലയടിച്ചിലുണ്ട്. അതുപോലെ തന്നെ താഴെത്തട്ടിൽ ഈ LPG ഉൾപ്പെടെയുള്ള ഊർജ്ജ വിതരണത്തിലെ പ്രതിസന്ധി ദൃശ്യമാണ്. അതിനപ്പുറത്തേക്ക് ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാമെന്നുള്ള കാര്യത്തിൽ നേരിട്ടൊരു വിലയിരുത്തൽ, അതിൽ തന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കും പറയാനുള്ള അഭിപ്രായങ്ങൾ തേടുക, ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും എങ്ങനെ മറികടക്കാമെന്നുള്ള കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ കൂടി ഭാഗങ്ങൾ നേരിട്ട് കേട്ട് അത് വിലയിരുത്തി അതിനപ്പുറത്തേക്ക് ഒരു മാർഗനിർദ്ദേശമോ അതല്ലാതെ മറ്റെന്തെങ്കിലും മാർഗങ്ങളോ പുറപ്പെടുവിക്കുക, അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളിലേക്കായിരിക്കും പ്രധാനമന്ത്രി പോകുക എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഇതിനോടകം തന്നെ ഇപ്പോൾ കൊമേഴ്ഷ്യൽ LPG അടക്കം കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാ മന്ത്രാലയങ്ങളും സംസ്ഥാനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുമിച്ച് തന്നെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആളുകൾക്ക് ദുരിതമില്ലാതെ ഇരിക്കാൻ വേണ്ടി കുറച്ചുകൂടി കർശനമായി, കുറച്ചുകൂടി ദൃഢയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യത്തിൽ മുൻനിർത്തി തന്നെയായിരിക്കും ഈ യോഗം ചേരുക. അതിനപ്പുറത്തേക്ക് വലിയ ആശ്വാസം നൽകുന്നത് തന്നെയാണ് ഇപ്പോൾ LPGയുമായി ഒരു കപ്പൽ ജഗ് വസന്ത് ഗുജറാത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് വൈകിട്ടോടെ രണ്ടാമത്തെ കപ്പൽ പൈൻ ഗ്യാസും ന്യൂമംഗലാപുരം തുറമുഖത്തിലേക്ക് എത്തും. 2 കപ്പലുമായി ഏകദേശം 92,000 മെട്രിക് ടൺ LPG ആണ് ഉള്ളത് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഈ എക്സൈസ് തീരുവ പെട്രോളിനെയും ഡീസലിനെയും സംബന്ധിച്ച് 10 രൂപയുടെ ഇളവ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വിലക്കയറ്റം തടുക്കാൻ വലിയ തോതിൽ തന്നെ സഹായകരമാകുന്നുണ്ട്. അതിനോട് പുറമെയാണ് ഏറ്റവും പുതിയതായി ഒരു അന്തർ മന്ത്രാലയ സമിതി കൂടി രൂപീകരിച്ചിരിക്കുന്നതും. അത് രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രധാന മന്ത്രാലയങ്ങളിലെല്ലാം തന്നെ അമിത്ഷായും നിർമ്മല സീതാരാമനും ഹർദീപ് സിംഗ് പുരിയും ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ആ ഒരു സമിതിയിലുണ്ട്. ഈ പശ്ചിമേഷ്യൻ സംഘർഷം അത് കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾ എങ്ങനെ മറികടക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഈ സമിതി വിലയിരുത്തുക. അത് പഠിച്ചുകൊണ്ട് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുക, ശുപാർശ തയ്യാറാക്കുക, വേണ്ട നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിനും സംസ്ഥാനങ്ങൾക്കും നൽകുക എന്നുള്ള കാര്യം തന്നെയായിരിക്കും ഈ അന്തർ മന്ത്രാലയ സമിതിയുടെയും ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.